വരിയെ ഞാൻ പറയൂ, ഞാൻ ഒരു വരിയെ എടുക്കൂ. ദൈവത്തെ ഓർത്ത് നമ്മൾ നാട്ടുകാരെ പറ്റിക്കരുത്. PMOയ്ക്ക് ആര് പരാതി കൊടുത്താലും ഒരു ഫോർവേഡ് ചെയ്യും. അതൊന്നും വായിച്ചു നോക്കിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് വിചാരിച്ചല്ല. PMOയ്ക്ക് കിട്ടുന്ന പരാതികൾ പ്രോസസ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നതാണ്. നാളെ ഞാൻ ഏലിയൻസ് എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരതും ഫോർവേഡ് ചെയ്യും. അതിന് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നാട്ടുകാരെ പറ്റിക്കരുത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റോക്കിങ്ങിന് വെച്ചാ ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രശ്നം? 2 ദിവസം മുമ്പ് BJP സംസ്ഥാന പ്രസിഡന്റ് കൊടുത്ത പരാതി അല്ല രാഹുൽ ഈശ്വർ, അത് CPM പ്രതിനിധി പറയാണ്. 2 ദിവസം മുമ്പ് BJP പ്രസിഡന്റ് കൊടുത്ത പരാതിയെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. ഈ വർഷം ഏപ്രിൽ മാസം, അതായത് ഈ വർഷം 4-ാം മാസം കൊടുത്തത്. രാഹുൽ ഏപ്രിൽ മാസം 7-ാം തീയതി ജിൻഡോ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു സെക്കൻഡ്, ജിൻഡോ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ അരുണിനും രാഹുലിനും? ഇത് ഒരു സെക്കൻഡ് ഇത് സന്ദീപ് വാര്യരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ച് ഇപ്പോഴത്തെ ഇവര് പ്രതിരോധത്തിലായിരിക്കുന്നതിന് ഒരു മറുനീക്കം VD സതീശൻ നടത്തിയതല്ല. കാരണം അതിനേക്കാൾ മുമ്പ് ഏപ്രിൽ മാസത്തിൽ ഇത് PMOയിലേക്ക് എത്തിയതാണ് എന്നാണ് ജിൻഡോ പറയുന്ന രാഷ്ട്രീയമായ മറുപടി. രാഹുൽ അല്ല, ഞാൻ കാരണം എന്ത് PMOയിലേക്ക് എത്തിയെന്ന്, PMOയ്ക്ക് ഇത് അന്വേഷിക്കലാണോ പണി? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഗൗരവം കൂട്ടാനും മാധ്യമ ഹെഡ്ലൈനുകൾക്കും വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. നാളെ പ്രസിഡന്റ് വേണമെങ്കിൽ എഴുത്തയക്കാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അയക്കാം. ഇപ്പോഴത്തെ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നെങ്കിൽ താങ്കൾ പറയൂലേ? താങ്കൾ അങ്ങനെ പറയൂ. ദൈവത്തെ ഓർത്ത് അതാണ് ജിൻഡോ പറയുന്ന കാര്യം. രാഹുൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ പ്രതിരോധത്തിലായപ്പോൾ ഒരു മറുകൃതി ചെയ്യാൻ 25-ാം തീയതി ഉണ്ടാക്കിയ ഒന്ന് എന്ന വാദം അങ്ങേക്കില്ലല്ലോ. കാരണം ജിൻഡോ അത് പൊളിക്കുകയാണ്. ഇത് PMOയിലേക്ക് പോയ കാര്യമാണ് എന്ന്. PMO ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാൻ ഇങ്ങനെ കാര്യങ്ങൾ എടുത്ത് വെക്കുകയല്ലേ? മുകേഷ് ഏട്ടന്റെ പരാതി കള്ളപ്പരാതിയാന്ന് കടകംപള്ളി സുരേന്ദ്ര സാർ സ്ത്രീ പീഡകർക്ക് താങ്കൾ PC ജോർജിന് വേണ്ടി വാദിക്കും, താങ്കൾ ഫ്രാങ്കോ പിലാവിന് വേണ്ടി വാദിക്കും. താങ്കൾക്ക് നാണമില്ലേ എല്ലാ വിഷയത്തിലും ഇത്തരം വൃത്തികെട്ട വാദം എടുക്കാറുണ്ട്? താങ്കൾ എന്തെങ്കിലും ഒരു മനുഷ്യനെ പോലെ സംസാരിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പകരമുണ്ടാക്കിയ പരാതിയല്ല എന്നെങ്കിലും സമ്മതിക്കാനുള്ള രാഷ്ട്രീയ മാന്യത വേണ്ടേ? താങ്കൾ എന്ത് നിരീക്ഷകനാ ഈ വൃത്തികെട്ട വാദം പറയല്ലേ? ഈ സ്വപ്ന സുരേഷിന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? സ്വമേധയാ കേസെടുക്കണ്ടേ? പിണറായി വിജയനും മകൾക്കും ഭാര്യയ്ക്കടക്കം കേസെടുക്കണ്ടേ? ഇതാരാ? ഇന്ത്യൻ പൗര, ഇന്ത്യയിൽ നികുതി കൊടുക്കുന്ന ഒരു സ്ത്രീ, അവരുടെ പരാതിയിൽ അന്വേഷിക്കണമെന്നേ, അന്വേഷിച്ച് നടപടിയെടുക്കണം. എന്തുകൊണ്ടാണ് സ്വമേധയാ കേസെടുക്കാത്തത്? അവർക്കും വലിയ അവകാശം. സ്വമേധയാ കേസെടുക്കേണ്ടത് അവരുടെ പരാതിയിലും കേസെടുക്കണ്ടേ? ശരി, എനിക്ക് അരുണിനോട് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് വേണ്ട. ശരി അരുൺ, ഒരു കാര്യം. അരുൺ, ഇവര് ഈ പറയുന്ന പരാതിക്കാരി ഇപ്പോ പുറത്ത് മാധ്യമങ്ങളിൽ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിലേക്കൊന്നും കടന്നു പോവുകയല്ല, അവരുടെ സ്വകാര്യതയിലേക്ക് പോവുകയല്ല. ആ പരാതിയിലും പറയുന്നുണ്ട് അവർ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ആളെയാണ് ശാരീരികമായി അടക്കം പീഡിപ്പിച്ചിട്ടുണ്ട്, ആക്രമിക്കുകയല്ല പീഡിപ്പിക്കുകയടക്കം ചെയ്തിട്ടുണ്ടെന്ന് അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അരുൺ അതറിയാമല്ലോ. അപ്പോൾ വീട്ടിലാരുമില്ല, ഭർത്താവില്ല, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഈ സ്വത്ത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് പിന്നെ ജീവിക്കാനുള്ള പോംവഴിയാണ്. അഭിഭാഷകൻ ഇത് കോടതിയുടെ മുൻപാകെ പറഞ്ഞിട്ടില്ല. അരുൺ, ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായ കാര്യം അഭിഭാഷകൻ പറഞ്ഞില്ല. കാരണം അവരുടെ മുഴുവൻ ലക്ഷ്യവും അപ്പോൾ ഈ സ്വത്ത് തർക്കത്തിൽ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുക എന്നതായിരുന്നു. ജീവിച്ച് മുന്നോട്ട് പോകണ്ടേ, ഒരു നിസ്സഹായതയും ഉണ്ടായിരുന്നു. ആ ഭാഗം അങ്ങ് കാണണം. പിന്നെ ഇന്ന് മുഖ്യമന്ത്രി ഇറങ്ങി വന്നതെന്ന് പറയുകയല്ലേ ഉച്ചയ്ക്ക്? ഈ പരാതി പറയുന്ന ആളുകൾ പ്രതിപക്ഷത്താണല്ലോ, കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ്. പരാതി പറയുന്ന ആളുകൾ പേടിക്കേണ്ട, ജീവഭയം വേണ്ട, എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നൊരു മുഖ്യമന്ത്രിക്ക് വന്ന് പറയേണ്ടത് എന്താണ്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം, ആ ആനുകൂല്യം എന്തുകൊണ്ട് ഈ പരാതിക്കാരിക്ക് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ല?